അതെന്താ, പെണ്ണുങ്ങൾക്ക് ഇതുവരെ ഈ പരിപാടി ഇല്ലായിരുന്നോ? ഇതൊക്കെ ഇങ്ങനെ നാലാളുകൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ? ഇതൊന്നും പോരാത്തതിന് ഈ ദിവസങ്ങളിലെ പാഠങ്ങൾ അധ്യാപകർ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കുമോ? ആണുങ്ങൾക്കും ചില കാര്യങ്ങൾക്ക് അവധി വേണം. പെൺകുട്ടികൾ അവധിയെടുത്താൽ അത് പരിശോധിക്കാൻ ഇനി വീട്ടിലേക്ക് ആളെ വിടേണ്ടി വരുമോ? ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പോലും മനസ്സിലാകാതെ ചുമ്മാ വർത്താനം പറയുന്നവരോടൊന്നും പറയാനില്ല. കാരണം പറഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതുവരെ ഈ വിഷയത്തിൽ വ്യക്തത വരാത്തവരോടാണ്. ഇത് നിർബന്ധിത അവധിയല്ലെന്ന് മനസ്സിലാക്കണം. ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ അവധി. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 3ലും 4ലും പഠിക്കുന്ന കുട്ടികൾക്ക് ആർത്തവ സമയത്ത് പാഡ് മാറാനും കൃത്യമായ ശുചിത്വം പാലിക്കാനും സാധിക്കാതെ വരുന്നുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ഈ ആർത്തവ അവധി ഗുണം ചെയ്യും. അതുപോലെ തന്നെ എല്ലാവർക്കും ആർത്തവം ഒരുപോലെ അല്ലെന്നും മനസ്സിലാക്കണം. ചിലർക്ക് ആർത്തവത്തിന്റെ ആരംഭകാലം മുതൽക്ക് തന്നെ ഭീകരമായ വയറുവേദനയും ഛർദിയും വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടെ പഠിച്ച ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകില്ലേ പീരീഡ്സ് ദിവസങ്ങളിൽ വേദന സഹിക്കാൻ സാധിക്കാതെ ടീച്ചറോട് ചോദിച്ച് വീട്ടിൽ പോകുന്ന ഒരു കൂട്ടുകാരി? ഇതൊന്നും എല്ലാവർക്കും അത്ര എളുപ്പമല്ലെന്നേ. ആർത്തവാവധി എന്നത് സ്ത്രീകളെ മാറ്റി നിർത്താനുള്ളതല്ല, മറിച്ച് അവരുടെ ജൈവികമായ അവസ്ഥയെ മാനിച്ചുകൊണ്ട് അവർക്ക് തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കാനുള്ളതാണ്. സ്പെയിൻ, ജപ്പാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ തന്നെ ചില പ്രമുഖ കമ്പനികളും ഈ സംവിധാനം നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഇത്തരം ചർച്ചകളും തർക്കങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ കൃത്യമായ നിയമങ്ങളോടെയും ബോധവൽക്കരണത്തോടെയും ഇത് നടപ്പിലാക്കിയാൽ സമൂഹത്തിൽ വലിയൊരു പോസിറ്റീവ് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ഈ ചർച്ചകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായ ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ സർക്കാർ നയം പെൺകുട്ടികളെ ശക്തരാക്കുമോ അതോ കൂടുതൽ അബലകളാക്കുമോ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. തന്റെ IPS പരിശീലന കാലത്തെ കഠിനമായ വ്യായാമ മുറകളിൽ നിന്ന് പോലും ആർത്തവ വേദന കാരണം താൻ മാറി നിന്നിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് മുന്നേറുന്നതാണ് സ്ത്രീകളുടെ ശക്തി എന്നാണ് അവരുടെ പക്ഷം. മാത്രമല്ല, മാസാമാസം അവധിയെടുക്കുമ്പോൾ എപ്പോഴാണ് അത് കുട്ടിക്ക് ആർത്തവമെന്ന് വിദ്യാലയവും നാട്ടുകാരും അറിയുന്ന അവസ്ഥയുണ്ടാകും. ഇത് സ്ത്രീകളുടെ മെൻസ്ട്രൽ ഡിഗ്നിറ്റിക്ക് ചേർന്നതാണോ എന്നും, ഇത്തരം അവധിക്ക് പകരം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും വൃത്തിയുള്ള ശൗചാലയങ്ങളും നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സൗജന്യ വേദന സംഹാരികളും നൽകുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത് എന്നുമാണ് ശ്രീലേഖ മാഡത്തിന്റെ വാദം. എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് സഹിച്ചും ക്ഷമിച്ചും സ്ത്രീകൾ ശക്തി തെളിയിക്കേണ്ട ബാധ്യതയില്ല. ഇതൊരു അവസ്ഥ മാത്രമാണെന്നും ശരീരം ആവശ്യപ്പെടുന്ന എല്ലാ വിശ്രമങ്ങളും പെൺകുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടി അങ്ങേ ഓർമ്മിപ്പിക്കാം. ഈ അവധി എടുക്കുന്ന ദിവസങ്ങൾ മറ്റുള്ളവർ ഓർത്തു വെച്ച് കളിയാക്കുന്നുണ്ടെങ്കിൽ മാറേണ്ടതും തിരുത്തേണ്ടതും ആ ഒരു വിഭാഗത്തെയാണ്. പെൺകുട്ടി പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നും അസമയത്ത് ഇറങ്ങി നടക്കരുതെന്നും തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ഒരു തുക്ലക് ഭാഷ പോലെ മാത്രമേ ഇതിനെയും കാണാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ശ്രീലേഖ മാഡം, തലവേദനയും നേരെ നിൽക്കാൻ സാധിക്കാത്ത വയറുവേദനയും ശരീരവേദനയും വിശപ്പില്ലായ്മയും സൗണ്ട് കേൾക്കുമ്പോൾ വരുന്ന ദേഷ്യവും കാരണം അറിയാതെ വരുന്ന കരച്ചിലുമൊക്കെ കൈകാര്യം ചെയ്യാൻ അവർക്ക് ഏറ്റവും സുരക്ഷിതമായി ഇടം തേടി പോകുന്നതിനെ നാണക്കേടായി ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കരുതുന്നില്ല. സമൂഹത്തെ മുൻപോട്ട് നയിക്കാനാണ് ഇന്നത്തെ തലമുറ ശ്രമിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാര്യമായി ഈ വിഷയത്തെ മാറ്റരുത്. ഇനി ലീഗ് നേതാവായ നൂർബീന റഷീദിനോടാണ്. ആർത്തവത്തെ ഇന്നത്തെ തലമുറ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ഇത് നാണക്കേടിന്റെ കാര്യമായിട്ടോ രഹസ്യമായി വെക്കേണ്ട കാര്യമായിട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളും കാണുന്നില്ല. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാതിരിക്കുക. ആവശ്യമുള്ള കുട്ടികൾ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടുന്നതിൽ കോലിടാൻ വരരുതെന്ന് മാത്രമേ അഭ്യർത്ഥനയുള്ളൂ.